വലിയ ബിൽഡേഴ്സ് മിക്കവാറും ഉള്ളവരും ഇവിടങ്ങളിലൊക്കെ സ്ഥലമെടുത്ത് ഇതുപോലെ ഹൗസിംഗ് പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വില്ല പ്രോജക്ട്സ് വരുന്നുണ്ട്, ഒത്തിരിയധികം ഫ്ലാറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ്. തിരുവനന്തപുരത്തിൻ്റെ കളർ തന്നെ മാറ്റിമറിച്ചാണ് നമ്മുടെ ഈ ഒരു റോഡ് കേട്ടോ. ഇത് ശരിക്കും ബൈപ്പാസാണ്. അതായത് തിരുവനന്തപുരം സിറ്റിയെ ബൈപ്പാസ് ചെയ്യുന്ന ഇപ്പോഴത്തെ നിലവിലെ NH66 ആണ് കേട്ടോ. അതിൻ്റെ മേളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് പൂഴിക്കുന്നെന്നാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കാഞ്ഞിരംകുളമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ അതിൻ്റെ മേളിലുള്ള പാലമാണ് കേട്ടോ. നമുക്കത് അവിടെ താഴെ കാണുന്ന ആ ഒരു ജംഗ്ഷൻ, അത് വന്നിട്ട് കീഴമാക്കോ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്, ഒരു ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ നിന്ന് സർവീസ് റോഡിലേക്ക് കയറി മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഈ പാലത്തിലെത്താം. ഇതുവഴി അകത്തേക്ക് ഏകദേശം ഒരു 150 മീറ്റർ പോകുമ്പോൾ നമുക്ക് കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട്. ശരിക്കും സ്ഥലം പൂഴിക്കുന്നാണ്. നമുക്കിവിടെ നിന്ന് പൂഴിക്കുന്ന് ജംഗ്ഷനിലേക്ക് നമ്മുടെ പ്ലോട്ടിൽ നിന്ന് ഏകദേശം 300 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്കിതാ ഇനി ഇവിടെ നേരെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ഉദയംകുളങ്ങരയൊക്കെ ചെന്ന് കയറാൻ പറ്റും കേട്ടോ. അതുപോലെ ഇനി കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് പോയി നമ്മൾ ഇടത്തേക്ക് കയറി കഴിഞ്ഞാൽ അഞ്ചാലിക്കോണം ജംഗ്ഷൻ എത്തും. അവിടെ നിന്ന് പാറശാല കയറാം. ആ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ്. മെയിനായിട്ട് വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹൗസിംഗ് പ്രോജക്ട്സ് ഒക്കെ ഇനിയിപ്പം ഇവിടെ ഈ ഒരു ഏരിയയിലും ഇവിടെ എല്ലാം നിറയെ നമ്മുടെ NH66 അല്ലെങ്കിൽ ആ ബൈപ്പാസിൽ നിന്ന് ഞാൻ ഇപ്പം നിന്ന് ഇൻട്രോ പറഞ്ഞ ആ ഒരു സ്പോട്ട്, അവിടെ നിന്ന് ഏകദേശം ഒരു 150 മീറ്റർ മാറി ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല നീറ്റായിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളാണ്. നമുക്കൊരു 5 സെൻറ്റ് മുതൽ 8 സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകൾ ഇതിനകത്ത് ലഭ്യമാണ്. നമുക്കിതിൻ്റെ ഏറ്റവും പിന്നിലേക്കുള്ള പ്ലോട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് പെർ സെൻറ്റിന് 3,85,000 രൂപയും, ഈ മുൻവശത്തേക്കുള്ള പ്ലോട്ടുകളൊക്കെ വരുമ്പോൾ പെർ സെൻറ്റിന് 4,10,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ മേളിലേക്ക് കാണുന്ന ആ പ്ലോട്ടുകളൊക്കെ ഓൾറെഡി സെയിലായതാണ് കേട്ടോ. നമുക്ക് ഈ റീറ്റെയിനിങ് വാളിൻ്റെ പിൻവശത്തേക്ക് കാണുന്ന പ്ലോട്ടുകൾ ഓൾറെഡി സെയിലായതാണ്. എല്ലാം നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്ലോട്ടാണ്. ഇത് മണ്ണടിച്ച് ഫില്ല് ചെയ്തതല്ല കേട്ടോ, നമുക്ക് ചെത്തി ഇറക്കിയതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പുള്ള തറയാണ്. ഇനി ഇതിൽ വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വീടൊക്കെ വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വന്ന് അതിൻ്റെ ബാക്കി പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ലൊക്കേഷനാണ്. മെയിനായിട്ട് വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ടാണ്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ആക്സസിബിലിറ്റി ഉള്ളൊരു ലൊക്കേഷനാണ്. ഇനി വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹൗസിംഗ് പ്രോജക്റ്റുകളെല്ലാം ഈ ഒരു ലൊക്കേഷന് ചുറ്റിപ്പറ്റിയായിരിക്കും വരാൻ പോകുന്നത്. ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ്. നമുക്ക് ശരിക്കും ഇവിടെ നിന്ന് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഏകദേശം 16 കിലോമീറ്ററാണ്. അത്രയും 16 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ബൈപ്പാസ് വഴിയുള്ള യാത്രയിലാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. നമുക്കിവിടെ തലക്കോട് ജംഗ്ഷൻ്റെ അവിടെയാണ് ഇനി വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ആ ഒരു റോഡ് വന്ന് കണക്റ്റ് ആവുന്നത്. കാഞ്ഞിരംകുളം കഴിഞ്ഞ് വീണ്ടും കുറച്ച് പോകുമ്പോഴത്തേക്കും തലക്കോട് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും. അപ്പോൾ അവിടെയാണ് വന്ന് കണക്റ്റ് ആവുന്നത്. അത് നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസാണ് കേട്ടോ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡ് മാർഗേന പോകുമ്പോഴായാലും ഈ 16 കിലോമീറ്റർ നമുക്കൊരു 15 മിനിറ്റിൽ തന്നെ എത്താൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ആക്സസിബിലിറ്റി വരുന്നൊരു ലൊക്കേഷനാണ്. നമുക്കിവിടെ ചുറ്റുവട്ടത്തുള്ള മേജറായിട്ടുള്ള ജംഗ്ഷൻ പറയുകയാണെങ്കിൽ പൂഴിക്കുന്ന് ജംഗ്ഷൻ ഇവിടെ നിന്ന് ഏകദേശം ഒരു 300 മീറ്ററാണ് നമുക്ക് പൂഴിക്കുന്ന് ജംഗ്ഷനിലേക്ക് വരുന്നത്. സ്കൂൾസ് നോക്കുകയാണെങ്കിൽ ശ്രീശങ്കര സ്കൂള് നമുക്കിവിടെ തൊട്ടടുത്താണ്. ഏകദേശം ഒരു 350 മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ബൈപ്പാസിൽ നിന്ന്, അതായത് NH66 നിന്ന് ഏകദേശം ഒരു 150 മീറ്റർ മാത്രമേ നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. പാറശാല ജംഗ്ഷൻ വരുന്നത് നമുക്ക് ഏകദേശം 5 കിലോമീറ്ററാണ്. നമുക്കിവിടെ നിന്ന് പാറശാലയ്ക്ക് തിരിഞ്ഞ് കയറുന്ന അഞ്ചാലിക്കോണം ജംഗ്ഷൻ ഇവിടെ നിന്ന് 3 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ചെങ്കൽ ശ്രീ മഹേശ്വരൻ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ഹനുമാൻ്റെ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ ഏതൊരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ നിന്ന് 4 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് ഉദയംകുളങ്ങര കയറാനായിട്ട് നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കോടങ്കര വഴി അങ്ങനെ ഉദയംകുളങ്ങര കയറാം. അല്ലെങ്കിൽ പൂഴിക്കുന്ന് എന്നിട്ട് ആ രീതിയിലും ഉദയംകുളങ്ങര കയറാൻ സാധിക്കും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4-4 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് ഉദയംകുളങ്ങര വരുന്നത്. അതായത് നമ്മുടെ പഴയ NHലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് പാറശാല പോകുന്ന ആ റോഡിലേക്ക് കയറാനാണെങ്കിൽ നമുക്ക് വളരെ അടുത്താണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും. പിന്നെ നേരത്തെ ഒരു സ്കൂള് പറയാൻ പറ്റും, നമ്മുടെ ദിയാസ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 3.2 കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ എല്ലാ സ്കൂൾസൊക്കെ ആണെങ്കിലും നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട്. ഇനി ആരാധനാലയങ്ങളാണെങ്കിലും നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് എല്ലാം ഉണ്ട്. ഇപ്പോൾ CSI പള്ളിയാണെങ്കിലും ബാക്കി ഏത് ചർച്ചസ് ആണെങ്കിലും ഇവിടെ തൊട്ടടുത്തായിട്ടുണ്ട്. അമ്പലങ്ങളുണ്ട്. എല്ലാം കൊണ്ടും ചുറ്റുവട്ടത്തായിട്ട് നമുക്കൊരു നല്ലൊരു ഹൗസിംഗ് റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് കേട്ടോ. അപ്പം മിസ്സാക്കല്ലേ. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ. പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്.